ഇതിൽ ഈ ആത്മാ പ്രസിഡന്റ് എന്നല്ല, അമ്മയുടെ പ്രസിഡന്റ് എന്നല്ല, നമ്മൾ ഇതിനകത്ത് ആരോപണങ്ങൾ ആർക്ക് നേരെ വന്നിരുന്നാലും അത് അന്വേഷിക്കപ്പെടണം, അത്രേ ഉള്ളൂ. അതല്ലാതെ അത് ആരെന്ന് മനസ്സിലാക്കാതെ നമുക്ക് പറയില്ല. വ്യക്തിപരമായി ഇപ്പോൾ എന്താ പറയുക, അമ്മയുടെ പ്രസിഡന്റിനെതിരെയോ ജനറൽ സെക്രട്ടറിയെതിരെയോ വൈസ് പ്രസിഡന്റായ എനിക്കെതിരെയോ ഒരു ആരോപണവും വന്നിട്ടില്ല. ഏതെങ്കിലും രീതിയിൽ ആരോപണമുണ്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഈ വാർത്താ സമ്മേളനത്തിലുടനീളം അമ്മയുടെ വാർത്താ സമ്മേളനത്തിലുടനീളം കേട്ടൊരു വാക്കുണ്ട്, ഒറ്റപ്പെട്ട സംഭവങ്ങൾ. ഇതെല്ലാം കൂടി ഒറ്റപ്പെട്ടതാണ്. 100-400 സംഭവങ്ങൾ ഒറ്റപ്പെട്ടതായിട്ട് അല്ല. ഇത് ഒറ്റപ്പെട്ട സംഭവം എന്ന് വിശദീകരിക്കുന്നത് അതിനോട് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല. അത് ഒരു രക്ഷപ്പെടലാണ്. ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ തന്നെ, ഒരു സംഭവമാണെങ്കിൽ പോലും അതിനെതിരെ നടപടി വേണമെന്ന പക്ഷക്കാരനാണ് ഞാൻ. ഈ സാധാരണ രാഷ്ട്രീയത്തിൽ എന്ത് നടക്കുമ്പോഴും, ഒരു അക്രമം നടക്കുമ്പോൾ ഭരണപക്ഷം പറയും അത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന്, പ്രതിപക്ഷം പറയും ഒറ്റപ്പെട്ട സംഭവമല്ല, അത് ഇന്ന രീതിയിലാണെന്ന്. അത് മാറി മാറി വരുന്ന രാഷ്ട്രീയം. ആ രാഷ്ട്രീയം ഇതിനകത്തില്ല. ഇതിനകത്ത് ഒറ്റപ്പെട്ട സംഭവമാണെങ്കിലും അത് 50 പേർക്ക് പരാതിയുള്ളെങ്കിലും 70 പേർക്ക് പരാതിയുള്ളെങ്കിലും 5 പേർക്ക് മാത്രമേ പരാതി ഉള്ളൂവെങ്കിൽ പോലും അത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. അതിൽ പുകമറ സൃഷ്ടിക്കാൻ പാടില്ല. നമ്മൾ ഇൻഡസ്ട്രിയിൽ എല്ലാവരും ഐക്യത്തോടെ പോകുന്നു, എല്ലായിടത്തും എക്സ്പ്ലോയിറ്റേഷൻ ആണെന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. അത് വ്യക്തിപരമായി തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യസന്ധമായി പറയുന്നു. അങ്ങനെ എല്ലായിടത്തും എക്സ്പ്ലോയിറ്റേഷനില്ല, അത് നിങ്ങൾക്കും അറിയാം. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും ജാഗ്രതയോടെ ചോദിക്കുന്നത്? ഇത് എല്ലാവരെയും ഞെട്ടിച്ച കുറേ വാർത്തകളുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും കൺസേൺഡ് ആവുന്നത്. ആ കൺസേൺ നല്ലത് തന്നെയാണ്. മാധ്യമങ്ങളെ ഒരു കാരണവശാലും ഞാൻ കുറ്റപ്പെടുത്തില്ല. ഞാനൊരു മാധ്യമ പ്രവർത്തകനാണെങ്കിൽ നിങ്ങൾ ഈ ചോദിച്ച കാര്യങ്ങളെല്ലാം ഞാൻ ചോദിക്കും. അത് ചോദിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. പക്ഷേ ആ കൺസേൺ നമുക്ക് ഒരുമിച്ച് സൊല്യൂഷൻ കണ്ടെത്താം. മാധ്യമങ്ങൾ നിങ്ങൾ ഇതേപോലെ ഇനി എവിടെയെങ്കിലും എന്തെങ്കിലും അട്രോസിറ്റീസ് നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ധൈര്യമായിട്ട് ഇതേപോലെ ചൂണ്ടിക്കാണിക്കൂ. അതിന് പരിഹാരം കാണാൻ അമ്മയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയുടെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ഉണ്ടാവും. ശ്രമങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഇതേപോലുള്ള കാര്യങ്ങൾ നമ്മൾ ജനങ്ങളിൽ നിന്നും ഫേസ് ചെയ്യേണ്ടി വരും. താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചു എന്ന്. പക്ഷേ അമ്മയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾ പറയുന്നത് തങ്ങളെ അത്രയും ഞെട്ടിച്ചിട്ടില്ല എന്നുള്ള ഇതിലുള്ള പ്രതികരണം അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. അല്ല, അങ്ങനെ ഞെട്ടിച്ചിട്ടില്ല എന്നല്ല, എല്ലാവർക്കും ഷോക്ക്ഡ് ആണ് യഥാർത്ഥത്തിൽ. അങ്ങനെ ഏതെങ്കിലും ഭാഷയിൽ പറഞ്ഞ വാക്കുകൾ വെച്ച് നിങ്ങൾ പറയരുത്. അമ്മയിലെ അംഗങ്ങളെല്ലാം തന്നെ ഇത് ഷോക്ക്ഡ് ആയിരുന്നു. ഇങ്ങനെ ഒരു റിപ്പോർട്ടിലെ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് ഞങ്ങൾ ഷോക്ക്ഡ് ആയിരുന്നു. ഇത്രയും ആരോപണം ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് ഷോക്കിംഗ് ആണ്. ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിനോട് ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല എന്ന് അമ്മ ആവർത്തിച്ച് പറയുകയാണ്. പക്ഷെ ഒരു സംശയം, ഈ റിപ്പോർട്ടിന് വേണ്ടി മാധ്യമപ്രവർത്തകർ RTI ഫയൽ ചെയ്യുകയാണ്, അതിനുവേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടം നടത്തുന്നു. ഒരു തുണ്ട് കടലാസ് പോലും ഈ സംഘടനകളൊന്നും ഈ റിപ്പോർട്ട് പുറത്തു വരാൻ വേണ്ടി നൽകിയില്ല. സ്വന്തം സംഘടനകളുടെയോ അല്ലെങ്കിൽ സ്വന്തം തൊഴിലുമായി ബന്ധപ്പെട്ടൊരു വലിയ അന്വേഷണം സർക്കാർ നടത്തിയിട്ട് അതിന്റെ എന്താണ് അതിന്റെ കണ്ടെത്തലെന്ന് അന്വേഷിച്ച് ഈ സംഘടനകൾ ആരും സർക്കാരിനെ സമീപിച്ചില്ല എന്നുള്ളത് സംശയകരമല്ലേ? അല്ല, സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റിയാണ്. അതായത് മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഇൻഡസ്ട്രി നേരിടുന്ന പ്രശ്നങ്ങളെ പഠിക്കാൻ വേണ്ടി ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചു. ആ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സമർപ്പിച്ചു. അപ്പോൾ പല കാരണങ്ങളാലും അത് തൽക്കാലം പുറത്തു വിടാൻ പാടില്ല. അതിനകത്ത് ഇരകളുടെ കാര്യത്തിലായിരുന്നാലും വേട്ടക്കാരൻ്റെ കാര്യത്തിലായിരുന്നാലും സീക്രസി മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊരു അഭിപ്രായം വന്നത് പ്രകാരം അപ്പോൾ അത് കുറച്ച് നാളല്ല, ഏറെ വർഷം അത് പെൻഡിങ് ആയി. അപ്പോൾ തീരുമാനം നിയമപരമായിട്ടാണ് വരേണ്ടത്. ആ നിയമപരമായിട്ടുള്ളൊരു തീരുമാനം വരുന്നത് വരെ അമ്മ ഉടൻ തന്നെ റിപ്പോർട്ട് വെളിവിടൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ തീർച്ചയായിട്ടും അത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസാണ്. അന്ന് 2 മണിക്ക് ഇത് പുറത്ത് വിടുന്നത് വരെ 1:45 വിധിയും കൂടെ വന്നതിന് ശേഷമാണിത്, അല്ലെങ്കിൽ ആ വിധി പെൻഡിങ് വന്നതിന് ശേഷമാണ് ഇത് 2 മണിക്കാണ് പുറത്ത് വിട്ടത്. നിങ്ങൾ റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം ചോദിച്ച കാര്യം പുറത്ത് വരുന്നതിന് മുമ്പ് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഒരു കേസിന്റെ വിധി കൂടെ വന്നതിന് ശേഷം മാത്രമേ പുറത്തു വരുള്ളൂ എന്ന് അന്ന് പറഞ്ഞിരുന്നു. എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ. എങ്ങനെ ആ റിപ്പോർട്ട് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസാണ്. തീർച്ചയായിട്ടും നമുക്ക് കൺസേൺ ഉണ്ട്. ഈ കൺസേൺ ഉള്ളപ്പോൾ പോലും ഇത് അമ്മയിലെ അംഗങ്ങൾക്കോ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെയോ അല്ലെങ്കിൽ ഫെഫ്കയിലെയോ അംഗങ്ങൾക്കെതിരെ ഇത്രയും സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഇത് മെച്ചപ്പെട്ട അവസ്ഥയ്ക്ക് വേണ്ടി അട്രോസിറ്റീസ് ഇത്രയും ഉണ്ടെന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. ഇൻഡസ്ട്രിയുടെ ഫംഗ്ഷനിങ് മെച്ചപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഈ കമ്മിറ്റി നിയോഗിച്ചത്. അതിലെ റെക്കമെൻഡേഷനാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. അതിനേക്കാളും ഷോക്കിംഗ് ആയിട്ടുള്ള ചില വാർത്തകൾ വന്നിട്ടുണ്ട്. ഇല്ല, വ്യക്തിപരമായി വന്നിട്ടില്ല. ഇല്ല, ഇതേപോലെ വ്യക്തിപരമായിട്ടാണെങ്കിൽ അമ്മയിൽ ഇതേപോലെ പരാതി എഴുതി തന്നിട്ടുള്ള വേറെ ആരും എന്നെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു എന്ന ഒരു പരാതി അമ്മയിൽ ലഭിച്ചിട്ടില്ല. ഇപ്പോൾ അടുത്ത കാലത്ത് ഇവർ വളരെ മുമ്പുള്ള ഒരു പരാതിയുടെ അത് വീണ്ടും ഇത്തവണ തന്നിട്ടുണ്ട്. അത് പരിഗണിക്കാനുള്ള സമയമാകുന്നതേ ഉള്ളൂ. സിനിമയിൽ ഞാൻ എക്സ്ക്യൂസ് ആയിട്ട് പറയില്ല, സിനിമയിൽ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാകാതെ ഇത് ഭാവനയിൽ വിരിഞ്ഞ കാര്യമായിട്ട് ആൾക്കാർ പരാതി പറയുമോ?
എക്സ്പ്ലോയിറ്റേഷൻ നേരിട്ടവർ തന്നെ ആയിരിക്കണം പരാതി ബോധിപ്പിച്ചിട്ടുള്ളവർ. ആ എക്സ്പ്ലോയിറ്റേഷൻ പറഞ്ഞ് പരാതി രേഖപ്പെടുത്തുമ്പോൾ അതൊന്നും നടക്കുന്നില്ല, അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് പറയാൻ നമ്മളാരാണ്?